ഹലോ ഗായ്സ്, ആഫ്റ്റർ എ വെരി ലോങ് 2 months ഞാൻ ഒരു വ്ളോഗ് ഇടാൻ വേണ്ടി പോവുകയാണ്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പപ്സും കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. എവിടെയല്ല, ഒന്ന് ബീച്ചിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും ആ ഒരു സമയത്ത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ എനിക്ക് പപ്സ് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കും അവനും കൂടെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ നാളായി ഞാൻ പപ്സ് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ കഥകളൊക്കെ പറയാം. എനിക്ക് തോന്നുന്നൊരു 1 year അടുപ്പിച്ചായി ഞാനിപ്പം പപ്സൊക്കെ കഴിച്ചിട്ട്. സീരിയസ്ലി ഗൈസ്, 1 year ആവുന്നു ഞാൻ പപ്സ് കഴിച്ചിട്ട്. അങ്ങനെ പപ്സ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലോട്ടി ചോക്കോ പോയി കഴിച്ചു. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുക്കിയാണോ ക്യാൻഡിയാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് പിന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് കണ്ടത്. എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റും കഴിച്ച് അതൊക്കെ ഞാൻ ഭാവിച്ചൊക്കെയാണ് പൊട്ടിച്ചത്. ഓറിയോ ബിസ്ക്കറ്റ് ഒരെണ്ണേ കഴിച്ചുള്ളൂ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് ബീച്ചിലാണ്. അപ്പോൾ അവിടെ എൻ്റെ ഉമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയില്ല, എൻ്റെ ഉമ്മയ്ക്ക് ബീച്ചിൽ തന്നെ പോയി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് അടിപൊളിയായിട്ടുള്ള വിജൃംഭിച്ചൊരു കൊറിയൻ ലവൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ബീച്ചിൽ പണ്ടൊക്കെ ഞാനും വാപ്പിയും ഉമ്മയും എൻ്റെ ബ്രദറൊക്കെ കൂടെ എല്ലാ ഞായറാഴ്ചയും പോകുമായിരുന്നു. ബിക്കോസ് അത് നല്ല രസമായിരുന്നു. പണ്ട് കുഞ്ഞിലെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഓരോരുത്തരുടെ ടൈം അനുസരിച്ചിട്ടും അതേപോലെ തന്നെ ഓരോരുത്തരുടെ ബിസിയും ഒക്കെ അനുസരിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ പോകൽ കുറച്ചു. ഇപ്പം മാസത്തിലൊരു വട്ടം പോയാൽ പോയി. പിന്നെ ഞാൻ പുറത്താണ്, ഞാൻ തൃശ്ശൂരാണ്. ബ്രദർ ചിലപ്പോൾ കാണത്തില്ല വീട്ടിൽ. വാപ്പി ഷോപ്പൊക്കെ അടച്ച് വരുമ്പോൾ ലേറ്റ് ആകും. അങ്ങനെയൊക്കെ കാര്യം വരുന്നത് കൊണ്ട് എപ്പോഴും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഉമ്മി പറഞ്ഞു, വാ നമുക്കൊന്ന് ഇറങ്ങാം. ബിക്കോസ് നാളെ ഞാൻ വീട്ടിലേക്ക് പോകും. നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുവാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് ഇനി എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, വാ എന്നാൽ നമുക്ക് പോകാം. കാലൊക്കെ നനച്ച് കുറേ നേരം കുശലമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാം. കുശലം പറയൽ വീട്ടിലാണെങ്കിലും നമ്മൾ പറയുമെങ്കിലും ബീച്ചിൽ പോയിട്ട് നമുക്ക് ഒറ്റയ്ക്കുള്ള രീതിയിൽ നമുക്കിരിക്കുമ്പോൾ ആ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. 4 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഇന്ന് ഇത് ഞാൻ എടുക്കുന്നത് വെനസ്ഡേ ആണ്, ഗാന്ധി ജയന്തി ഡേ ആണ്. എനിക്കറിയത്തില്ല എന്താണ്, അധികം ആൾക്കാർ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 2 months ആവുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. ബിക്കോസ് എനിക്ക് വയ്യായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉമ്മയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഹോസ്റ്റലിൽ പോവുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ വീട്ടിൽ വരുന്ന ടൈമിലാണെങ്കിലും ഞാൻ പോകുന്ന ടൈമിലാണെങ്കിലും ഉമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും. ലൈക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇനി 23 വയസ്സായി, 24ാമത്തെ വയസ്സാണ്, അടുത്ത വർഷമാകും എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇതേ ഉമ്മേനെ കൊണ്ട് ഞാനൊരു ടാറ്റയൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിച്ചു. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഈ വീഡിയോ ഇടല്ലേ എന്ന്. ബിക്കോസ് എൻ്റെ ഉമ്മയ്ക്ക് വീഡിയോസ് അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നത് യൂട്യൂബിലാണെങ്കിലും ഉമ്മയുടെ ഫേസ് വരുന്നതൊന്നും ഉമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നൊക്കെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ പെട്ടെന്ന് പോയി. ഞാനും എൻ്റെ ഉമ്മ ഇരുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. 2 മണിക്കൂർ പെട്ടെന്ന്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുട്ടി തുടങ്ങുന്നു. അപ്പോഴേക്കും ഞങ്ങൾ എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ ഇരുട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയുടെ കൈ ഞാൻ പിടിച്ച് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാൻ എൻ്റെ ഉമ്മേനെ കൈ പിടിച്ച് നടക്കുന്നതൊക്കെ. അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് സ്ട്രോങ് ഐസ്ക്രീം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും മിക്സഡ് ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പണ്ട് ഇതേപോലെ തന്നെ പോകുവാണെങ്കിലും മിക്സഡ് ഐസ്ക്രീം തന്നെയായിരിക്കും വാങ്ങുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം ചോക്ലേറ്റ് ആണെങ്കിലും മിക്സ്ഡ് ഐസ്ക്രീമും ആണ് ഞാൻ ഫേവർ ചെയ്യുന്നത്. ബിക്കോസ് എനിക്കതപ്പോൾ എല്ലാ ഫ്ലേവറുമായിട്ട് കഴിക്കുന്നതിൽ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 6:46 ആയപ്പോഴേക്കും ഞാനും ഉമ്മയും അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എന്നിട്ട് ഞാൻ നാളെ പോകുവാണ്. ദാറ്റ് മീൻസ് തേഴ്സ്ഡേ ഞാൻ പോകുകയാണ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് ഉടനെ എൻ്റെ വീട്ടിലേക്ക് പോയി.